ഗൈസ് വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ മക്കളെ. 1-2 ചാപ്റ്ററിലെ നമ്മളോട് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സാറ് ചെറിയൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ സാറ് 100% വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. കമ്പയർ ദ ഫസ്റ്റ് പെയർ ഓഫ് ബേർഡ് ആൻഡ് കംപ്ലീറ്റ് ദി സെക്കൻഡ് പെയർ. അതായത് സ്റ്റാർച്ച് പൊട്ടാറ്റോ പ്രോട്ടീൻ എന്താ നീതം ലൈറ്റ് റിയാക്ഷൻ ഗ്രാനൈൽ ഡാർക്ക് റിയാക്ഷനോടെ സ്ട്രോ ആൻസറേ പറയുന്നില്ല സ്ട്രോമയാണ്. ഓക്കെ ഓക്കെ ഒന്നാമത്തെ ജോഡിയിൽ ഉള്ളത് രണ്ടാമത്തെ അന്നജം എന്താ കിഴങ്ങ് പ്രോട്ടീനോ എന്ത് ചെയ്തിട്ടില്ല. പ്രകാശഘട്ടം ഗ്രാന ഇരുണ്ട ഘട്ടം നമുക്കറിയില്ലേ. അപ്പം ആൻസർ നോക്കുമ്പോൾ നോക്കടാ ആൻസർ പ്രോട്ടീൻ എന്തുണ്ട് നമ്മളെ പൾസസ് പയർ വർഗ്ഗങ്ങളിലുണ്ട്. അടുത്തത് ഡാർക്ക് ഫേസ് എവിടെ എടുക്കും സ്ട്രോമ എവിടെ വെച്ചിരിക്കും സ്ട്രോമ. സെറ്റല്ലേ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സാറ് പറയുന്നത് നമ്മുടെ എക്സാമിന് 100% വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ചിത്രം തന്നിട്ട് നിങ്ങളോട് അടയാളപ്പെടുത്താനും ഇതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ നാളത്തെ ക്വാർട്ടർലി എക്സാമിന് കണ്ടിരിക്കും. 100% ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ചിത്രം നോക്കുക. ഇതാ ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു. വിച്ച് ടൈപ്പ് ഓഫ് സെൽ ഇത് ഏത് ടൈപ്പ് കോശാംഗമാണെന്നാ ചോദിച്ചത്. അടുത്ത് വാട്ട് ഈസ് ദ നെയിം ഓഫ് സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ ദാറ്റ് കണക്ട്സ് അഡ്ജസന്റ് സെൽ. അതായത് തൊട്ടടുത്ത സെൽസിനെ കണക്ട് ചെയ്യുന്നത് കണ്ടോ സൈറ്റോപ്ലാസം കോശദ്രവ്യല്ലേ ഇതിനൊക്കെ കണക്ട് ചെയ്യുന്നത് ഏത് ആ ഒരു അഡ്ജസന്റ് ഭാഗത്ത് വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചു നോക്കിക്കോ. ചിത്രം നിരീക്ഷിച്ച് ഏത് തരം കോശാംഗമാണ് കോശാംഗങ്ങളെ ബന്ധിപ്പിച്ചിട്ട് കോശദ്രവ്യത്തിന്റെ പേരെന്താണ്. ഇത് ഏത് തരം സെല്ലാടാ പ്ലാന്റ് സെല്ലല്ലേ അല്ലേ. ഇത് പ്ലാന്റ് സെല്ലല്ലേ സസ്യകോശല്ലേ. അതിൽ ഓരോ തമ്മിൽ എന്താ പ്ലാസ്മോ ഡെസ്മാറ്റ അല്ലേ. ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്നാരാ പ്ലാസ്മോ ഡെസ്മാറ്റ. ഈ 2 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഓക്കെ ഇനി മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ. ഡാർക്ക് ഫേസ് ഈസ് ആൾസോ നോൺ ആസ് കാൽവിൻ സൈക്കിൾ. ഇവാലുവേറ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ്. ഇരുണ്ട ഘട്ടത്തെ കാൽവിൻ ചക്രം എന്ന് പറയുന്നു. എന്തുകൊണ്ട്? കാൽവിൻ ചക്രം എന്ന് പറഞ്ഞാൽ മെൽവിൻ കാൽവിൻ അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ. അപ്പം ഡാർക്ക് ഫേസ് എപ്പോഴാണ് നടക്കുക ബിഗിനിങ് ഓഫ് ദി ഫസ്റ്റ് ഫേസ്. അതായത് ലൈറ്റ് ഫേസിലെ ആദ്യത്തിലാണ് എന്ത് നടക്കുക നമ്മുടെ ലൈറ്റ് ഫേസ് ആരംഭിക്കാം. ഓക്കെ പ്രകാശഘട്ടത്തിലെ തുടക്കത്തിലാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. ദിസ് സൈക്ലിക് കെമിക്കൽ റിയാക്ഷൻ ഇൻ ദി ഡാർക്ക് ഫേസ് വർ ഡിസ്കവേർഡ് ബൈ സയന്റിസ്റ്റ് മെൽവിൻ കാൽവിൻ. അതായത് ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയതാരാ മെൽവിൻ കാൽവിൻ ആണ്. അതുകൊണ്ടാണ് ഇതിന് എന്ത് വിളിക്കുന്നത് കാൽവിൻ സൈക്കിൾ കാൽവിൻ ചക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാൻ ചാൻസ് ഉള്ള പല ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതെല്ലാം നമ്മൾ കൃത്യം ഇന്ന് 7:30 നമ്മുടെ ലൈവിൽ പ്രഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മളിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെല്ലാവരും അവിടേക്ക് വാ. അതേപോലെ തന്നെ നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഇത്ര ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ദഹനവും പോഷക സംവഹനം എന്നുള്ള ഈ ചാപ്റ്ററിൽ ആദ്യമായി നിങ്ങൾ നോക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാ. ഇവിടെ ഏന്ന് തന്നിട്ടുണ്ട് ഇവിടെ ബീന്ന് തന്നിട്ടുണ്ട് ഇവിടെ സീന്ന് തന്നിട്ടുണ്ട് ഇവിടെ ഡീന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ ബി എന്താ സി എന്താ ഡി എന്താന്ന് അടയാളപ്പെടുത്താണ്. എന്താടാ ഈസോഫാഗസ് അന്നനാളം. ബി എന്താ കരള് ലിവർ. ഇതെന്താ ഇത് നോക്കി നോക്കാം. ഓക്കെ സ്റ്റൊമക്ക് ആമാശയം ലിവർ ഈസോഫാഗസ്. ലാസ്റ്റ് ഡി കണ്ടങ്ങൾ ലാസ്റ്റ് ഡി ഇതാണ് റെക്ടം കേട്ടോ. റെക്ടം മലാശയം കേട്ടോ. ഇത് ഓർത്ത് വെക്കണം. നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളാണിത്. ആ ഭാഗങ്ങൾ എന്തായാലും 100% നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി അടുത്ത് ഇതിൻ്റെ ക്യാൻസർ നമ്മൾ എഴുതിയില്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ വാട്ട് ഈസ് അബ്സോർപ്ഷൻ ഇൻ ദ ബ്ലഡ് വെസൽ ഇൻ വില്ലസ്. അതായത് വില്ലസിലെ രക്തലോമികളിലേക്ക് ആഗിരണം ചെയ്യുന്നത് എന്തൊക്കെയാണ്. വാട്ട് ഈസ് അബ്സോർബ്ഡ് ഇൻ ടു ദി ബ്ലഡ് വെസൽസ് ഇൻ വില്ലസിലെ ബ്ലഡ് കാപ്പിലറിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് ഏതൊക്കെയാടാ. ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലക്ടോസ് അമിനോ ആസിഡ് അല്ലേ. നോക്ക് ഗ്ലൂക്കോസ് അമിനോ ആസിഡ് ഫ്രക്ടോസ് ഗാലക്ടോസ്. സെറ്റല്ലേ. ഓക്കെ മക്കളെ ഞാൻ അടുത്തതാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പൾമണറി സർക്കുലേഷൻ ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ. എഴുതി വെച്ചോ പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനെ കുറിച്ചും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളത് വന്നിരിക്കും. ഇപ്പം ഞാൻ 100% പറഞ്ഞ 2 ക്വസ്റ്റ്യൻസാണ്. ഒന്നാണ് നാളത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ജുനുസാർ നിങ്ങളോട് പ്രഡിക്റ്റ് ചെയ്യുന്നു പൾമണറി സർക്കുലേഷനോ സിസ്റ്റമിക് സർക്കുലേഷനെ കുറിച്ചോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കും. ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പൾമണറി പര്യായനവും സിസ്റ്റമിക് പര്യായനവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നോക്കടാ പൾമണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്ന് തുടങ്ങുക. പൾമണറി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ
നമ്മുടെ ശ്വാസകോശം ലങ്സ് എന്നല്ലേ. അപ്പൊ പൾമണറി സർക്കുലേഷൻ ബിഗിൻ ഫ്രം ദി റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് എൻഡ്സ് എന്താ ലെഫ്റ്റ് ഏട്രിയം. അതായത് പൾമണറി പരിചാരണം ഒന്ന് തുടങ്ങുന്നത് വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് എവിടെ ഇടത്തെ ഏട്രിയത്തിൽ അവസാനിക്കും. അങ്ങനെയല്ലേ, വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി ഇടത്തെ ഏട്രിയത്തിൽ അവസാനിക്കുന്നതാണ്. ഓക്കെ, ഇനി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്റം എന്ന് പറഞ്ഞാൽ ശരീരം, ബോഡി. നമ്മുടെ ശരീരത്തിന്റെ എല്ലായിടത്തും ഏത് അറിയുന്നതാണ് രക്തത്തെ പമ്പ് ചെയ്യുന്നതാ? നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നല്ലേ, ഇടത് വെൻട്രിക്കിളിൽ നിന്നല്ലേ. അപ്പൊ നോക്കിക്കോ, ഇത് എവിടുന്നാണ്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി എവിടെയാണ് അവസാനിക്കുക? റൈറ്റ് ഏട്രിയം. അതാണ് സിസ്റ്റമിക്കും പൾമണറി സർക്കുലേഷനും, സിസ്റ്റമിക് പര്യായനും പൾമണറി സർക്കുലേഷൻ തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നിങ്ങളോട് 100% ചാൻസ് ഉള്ളത് നമ്മൾ 2 ക്വസ്റ്റ്യൻസ് അപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ വരാൻ ചാൻസ് ഉള്ള മറ്റു ക്വസ്റ്റ്യൻസ് പറഞ്ഞു. പ്രഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇന്ന് കൃത്യം 7:00 നമ്മളെ യൂട്യൂബ് ചാനൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ മക്കളും കൃത്യമായിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് നമുക്ക് 7:00 അവിടെ വെച്ച് കാണാം. അപ്പം മക്കളെ, ഓക്കെ, ബൈ.